സുരേന്ദ്രൻ ലോറി നിർത്തിയതിനു ശേഷം ആ ബസിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് നടുങ്ങിപ്പോയത്. ആ ബസ് ഡ്രൈവർക്ക് തലയില്ലായിരുന്നു. അതുപോലെ കൂടെ യാത്ര ചെയ്തിരുന്ന മറ്റൊരാൾക്കും അതേ അവസ്ഥയിലാണ് കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലുള്ള ഒരു ലോറി ഡ്രൈവർക്കുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സുരേന്ദ്രൻ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൊട്ടാരക്കരയായിരുന്നു താമസിച്ചിരുന്നത്. ഫാമിലി അടക്കം കൊട്ടാരക്കരയാണ്. അദ്ദേഹത്തിന് 2 കുട്ടികളുമുണ്ട്. മിക്ക ദിവസങ്ങളും രാത്രി 7 മണിക്ക് അദ്ദേഹം തമിഴ്നാട്ടിലേക്കായിരുന്നു ലോഡ് കയറ്റി പോയിരുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ലോഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു സഹായമുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ലോഡുമായി തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം പോവാറുണ്ടായിരുന്നു. അങ്ങനെ സാധാരണ പോലെ രാത്രി 7 മണിക്കാണ് പുറപ്പെടാറുള്ളത്. നേരം വെളുക്കുന്നതിന് മുന്നേ അവിടെ ലോഡുമായി എത്തും. അങ്ങനെയാണ് സാധാരണ ഉള്ളത്. അന്നും സാധാരണ പോലെ 7 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായപ്പോൾ ആ സഹായിയെ കണ്ടില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ആ സഹായിയുടെ അമ്മ ഹോസ്പിറ്റലാണെന്നും 10 മണിക്ക് ഡിസ്ചാർജ് ആവുകയുള്ളൂ എന്നും. ഡ്രൈവർ സുരേന്ദ്രൻ ഒന്ന് ചിന്തിച്ചു, എന്താ വേണ്ടത്? എന്തായാലും അവൻ വരട്ടെ, സാധാരണ വരാറുള്ളതല്ലേ, എന്നാ പിന്നെ കാത്തിരിക്കാം. അങ്ങനെ രാത്രി 10 മണി വരെ അയാൾ കാത്തിരുന്നു. അങ്ങനെ 10 മണിക്ക് അവൻ വന്നു ലോഡുമായി പുറപ്പെട്ടു. പക്ഷേ കുറച്ച് ദൂരം അങ്ങ് എത്തിയപ്പോഴാണ് റോഡ് ബ്ലോക്കായി കിടക്കുന്നത് കണ്ട്. വലിയൊരു മരം കടപുഴകി വീണ് കിടക്കുകയാണ്. ഒരു തരത്തിലും അതിലൂടെ വണ്ടി എടുക്കാൻ പറ്റില്ല. എങ്ങനെ നോക്കിയാലും പുലർച്ചെ. അവർ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കാരണം ചിന്തിക്കാൻ ടൈമില്ലായിരുന്നു. കാരണം പുലർച്ചെ ആകുമ്പോഴേക്കും തമിഴ്നാട്ടിലേക്ക് ലോഡ് എത്തിക്കേണ്ടതാണ്. അവർ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു വിട്ടു. മറ്റൊരു റൂട്ട് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോഴാണ് കാട്ടിലൂടെ ഒരു വഴി ഉണ്ടല്ലോ എന്ന് സുരേന്ദ്രൻ ചിന്തിക്കുന്നത്. എന്തായാലും തനിക്ക് പോയേ പറ്റൂ ലോഡുമായി. ആ വഴി വിട്ടേക്കാം. എന്തൊക്കെയോ പാരനോർമൽ ആക്ടിവിറ്റീസ് അരങ്ങേറുന്ന ഇടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രൻ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു വിട്ടു. കാരണം തനിക്ക് പോയേ പറ്റൂ. അങ്ങനെ വളരെ ദുരൂഹതയുള്ള ആ റോട്ടിലേക്ക് വണ്ടി കയറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരു രൂപം നടക്കുന്നതായി അയാൾ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും അതൊരു സ്ത്രീയാണെന്ന് വളരെ വ്യക്തമായിരുന്നു. ദൂരെ നിന്നാണെങ്കിലും സുരേന്ദ്രൻ ഹോൺ അടിച്ചു. പക്ഷേ ആ വ്യക്തിയിൽ യാതൊരു പ്രതികരണവും കണ്ടില്ല. തിരിഞ്ഞു നോക്കിയതുമില്ല. സുരേന്ദ്രൻ എന്തോ പന്തികേട് തോന്നി. കാരണം ലോറി തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ രൂപം അങ്ങ് അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയതുപോലെ സുരേന്ദ്രന് തോന്നി. എന്തായാലും അദ്ദേഹം ചവിട്ടി വിടുകയായിരുന്നു വണ്ടി. പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു ബസ് ആർത്തലച്ച് ഈ വണ്ടിയുടെ ബാക്കിൽ വന്ന് നിന്നത്. ആ ബസ് ആവട്ടെ വന്നത് മുതൽ ഹോണടിക്കാൻ തുടങ്ങി. നിർത്താതെയുള്ള ഹോണടിയായിരുന്നു അത്. ആ ബസിന്റെ വരവും ആ ഹോണടിയും എന്തൊക്കെയോ ദുരൂഹത സുരേന്ദ്രന് തോന്നി. കാരണം സൈഡ് കൊടുക്കാൻ പറ്റിയ ഒരു ഇടമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാത്തൊരിടത്ത് വെച്ചാണ് ആ ഹോൺ അടിക്കുന്ന ബസ്. അതുകൊണ്ടാണ് സുരേന്ദ്രന് സംശയം തോന്നിയത്. എന്തായാലും സൈഡ് കൊടുക്കുന്ന ഇടം എത്തട്ടെ, അന്നേരം സൈഡ് കൊടുക്കാം. അങ്ങനെ സുരേന്ദ്രൻ നോക്കിക്കൊണ്ട് പോകുമ്പോഴാണ് വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിടം എത്തിയത്. അപ്പോൾ ഒതുക്കി നിർത്തി ആ ബസ്സിന് കൈ കാണിച്ചു പോയിക്കോളാൻ. പക്ഷേ ആ ബസ് പോയില്ല. കുറച്ച് നേരത്തേക്ക് ആ ബസ് പിന്നെ ഹോൺ അടിച്ചില്ല. പോവണ്ടെങ്കിൽ പോവണ്ട, സുരേന്ദ്രൻ ചിന്തിച്ചു. അങ്ങനെ സുരേന്ദ്രൻ വീണ്ടും ചവിട്ടി വിട്ടുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബസ് ഹോൺ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സുരേന്ദ്രന് തോന്നി ആ ഒരു ബസ്സിലെ ഡ്രൈവറെയും മറ്റുള്ളവരെയും ഒന്ന് ശ്രദ്ധിക്കാമെന്ന്. അങ്ങനെ സുരേന്ദ്രൻ മിററിലൂടെ നോക്കി. അപ്പോഴാണ് സുരേന്ദ്രൻ നടുങ്ങിപ്പോയത്. ആ ബസ്സിലെ ഡ്രൈവർക്കും മറ്റുള്ളവരുടെയും കണ്ണിൽ നിന്ന് രക്തം വരുന്നതാണ് കണ്ടത്. ഒരു നിമിഷം അദ്ദേഹം നടുങ്ങിപ്പോയി. എന്തായാലും സംഭവം എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ അദ്ദേഹം മിററിലൂടെ വീണ്ടും നോക്കി. അപ്പോഴാണ് നടക്കുന്ന മറ്റൊരു കാഴ്ച കണ്ട്. ആ ബസ്സിലിരിക്കുന്ന ഓരോരുത്തരും കഴുത്തിൻ്റെ ഭാഗത്ത് ബ്ലഡാണ് കണ്ടത്. എല്ലാവരുടെയും തല ഇപ്പോഴറ്റുപോകും എന്നുള്ളൊരവസ്ഥയിലാണ് അദ്ദേഹം തോന്നിയത്. അദ്ദേഹം വീണ്ടും നോക്കിയപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാൾക്ക് തലയില്ലായിരുന്നു. അദ്ദേഹം നടുങ്ങിപ്പോയി. സ്വയം അറിയാതെ കാലുകൾ ബ്രേക്കിലമർന്നു. വണ്ടി നിന്നു. ബാക്കിയുള്ളവരുടെ തലകൾ ഇപ്പോൾ അറ്റുപോകും എന്നുള്ള അവസ്ഥയിലാണ് കാണുന്നത്. എന്തായാലും ധൈര്യം സംഭരിച്ച് ആ ഒരു ലോറിയിൽ നിന്ന് സുരേന്ദ്രൻ ഇറങ്ങി നേരെ ആ ബസ്സിന്റെ ഡ്രൈവറുടെ അടുത്തേക്ക് നടന്നു. സുരേന്ദ്രൻ ആ ബസ്സിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു.
വല്ലാത്തൊരു കാഴ്ചയായിരുന്നു സുരേന്ദ്രൻ അപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ടത്. ആ ബസിന്റെ ഡ്രൈവർക്ക് തലയില്ലായിരുന്നു. ബോധം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേന്ദ്രൻ എത്തിയിരുന്നു. എങ്ങനെയൊക്കെയോ ഓടി ആ ലോറിയിലേക്ക് കയറി തന്നെ അദ്ദേഹത്തിന് ഓർമ്മയില്ല. ചവിട്ടി വിട്ടു. അങ്ങനെ നിർത്താതെ വണ്ടി ഒരുപാട് ദൂരം പോയി. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ ഒരു ബസ് ബാക്കിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു ദൂരം കൂടി അങ്ങോട്ട് പോയപ്പോഴാണ് നടു റോട്ടിൽ ഒരുപാട് പേര് നിൽക്കുന്നത് കണ്ട്. അതിൽ സ്ത്രീയും പുരുഷനും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ ചിലർക്ക് തലയില്ലായിരുന്നു. അതിൽ ആരൊക്കെയോ കൈ കാണിക്കുന്നുണ്ടായിരുന്നു, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ സുരേന്ദ്രൻ ചവിട്ടി വിട്ടു. അപ്പോഴാണ് കൂടെയുള്ള സഹായി ഉണർന്നത്. അവൻ ചോദിച്ചു, എന്താ ചേട്ടാ നിർത്താതെ വണ്ടി വിട്ടത്? ഒരുപാട് പേരുണ്ടല്ലോ, വണ്ടിക്കടി പെട്ടുപോകല ആളുകൾ, ചേട്ടാ വണ്ടി നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സുരേന്ദ്രൻ പറഞ്ഞത്, നീ അവരെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവരിൽ ചിലർക്ക് തലയുണ്ടോ എന്ന്. അവൻ നടുങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിൽ ചിലർക്ക് തലയില്ലായിരുന്നു. അതോടുകൂടി അവൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഉറങ്ങിക്കോ. നമ്മൾ എന്തായാലും ഒരു അപകടത്തിലും പെടില്ല. ഞാൻ എന്തായാലും ചവിട്ടി വിടാൻ പോവുകയാണ്, കണ്ണിറക്കി കടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ സുരേന്ദ്ര ജീവനും കൊണ്ട് ആ കാട്ടിൽ നിന്ന് ഏതാണ്ട് ഇറങ്ങാറായി. അപ്പോഴാണ് ഒരു പഴയ ഒരു വീട് കണ്ടത്. അത് കണ്ടതോടുകൂടി അവൻ ചവിട്ടി നിർത്തി ആ വീട്ടിലേക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമായി ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് അവർ ആ കഥ പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പണ്ട് കാലത്തെന്നോ ഒരു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മുഴുവൻ മരിച്ചു പോയി എന്ന് കേട്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഇതുപോലെ ബസ്സിൻ്റെ സൗണ്ടും ഹോണടിയും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നിങ്ങൾ നിങ്ങളെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണെന്നും ഇന്നിവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോയാൽ മതിയെന്നും ആ അപ്പൂപ്പൻ പറഞ്ഞു. അങ്ങനെ ആ അപ്പൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് അവിടെ കഴിഞ്ഞ് പുലർച്ചെയാണ് അവർ പിന്നെ ലോഡുമായി പോയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.